ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസ്റ്റർ സ്പെഷ്യലായ ഉള്ളിയൊന്നും വയറ്റി സമയം കളയാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ ഹന്ദിയുടെ റെസിപ്പിയുമായാണ്. ഇത് നിങ്ങൾക്ക് അപ്പത്തിൻ്റെയും ഗീ റൈസിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ചിക്കൻ ഹന്തി തയ്യാറാക്കാനായിട്ട് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ നന്നായി കഴുകി ക്യൂബ്സായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ നല്ലത് ബോൺലെസ് ചിക്കനാണ്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു വലിയ ചോപ്ഡ് ഒനിയനൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഒനിയൻ ഒരുപാടങ്ങ് വഴറ്റുന്നില്ല, 1 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കൻ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ നല്ല വൈറ്റ് കളറാകുന്ന ടൈം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് ടൊമാറ്റോ പ്യൂരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ മിക്സിയിൽ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു 2 മിനിറ്റ് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് അല്പം റിച്ച് ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ല എങ്കിൽ പകരം പുളിയില്ലാത്ത തിക്ക് കേടും എടുക്കാവുന്നതാണ്. ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കറി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കറിക്ക് എക്സ്ട്രാ ഫ്ലേവറിനും അരോമ കിട്ടാനായിട്ട് കുറച്ച് കസൂരി മേത്തിയും മല്ലിയില അരിഞ്ഞതും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള ഒതൻറ്റിക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ ഹന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈസ്റ്ററിന് രാവിലെ അപ്പത്തിൻ്റെ കൂടോ ഗീ റൈസിൻ്റെ കൂടോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.